ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്നത് പോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ നേറ്റീവ് ടോക്കൺ HMSTR നാളെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഈവനിങ് 5:30 മുതൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ ടോക്കണും എത്ര രൂപ വാല്യൂ ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാവും. ബിനാൻസ്, ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ് തുടങ്ങിയ എല്ലാ എക്സ്ചേഞ്ചുകളും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവരെല്ലാം ഈ ടോക്കണെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റു ടോക്കണുകൾ പോലെ സൊലാനയെ പോലെയോ എതേറിയത്തിനെ പോലെയോ യൂസർ കേസ് ഉള്ളൊരു ടോക്കൺ അല്ല ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഈ ടോക്കൺ. എന്നിട്ടും എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ചുകൾ ഈ ടോക്കണെ ലിസ്റ്റ് ചെയ്യുന്നത്? ഒറ്റ കാര്യം മാത്രം, വരാൻ പോകുന്ന യൂസേഴ്സിൻ്റെ എണ്ണം കണ്ടാണ് ബിനാൻസ് അടക്കമുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. എന്നിരുന്നാലും ബിനാൻസ് ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരുടെ ലോഞ്ച് പൂളിലേക്ക് 3% അടുപ്പിച്ചുള്ള ടോട്ടൽ സപ്ലൈയുടെ കോയിൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. എറൗണ്ട് 3 ബില്യൺ കോയിനാണ് ബിനാൻസ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹാംസ്റ്റർ കോമ്പാക്റ്റ് മാറ്റിവെച്ചിട്ടുള്ളത്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 100 ബില്യൺ ടോക്കണാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ബിനാൻസിൻ്റെ അനലിസ്റ്റിക് വിഭാഗം പറയുന്നത് 64% ടോക്കൺ നാളെ സർക്കുലേറ്റിംഗ് സപ്ലൈ ആയി ലിസ്റ്റിംഗ് സമയത്ത് തന്നെ വരാൻ പോകും. നിലവിലുള്ള പ്രീ മാർക്കറ്റ് പ്രൈസുകൾ നോക്കുകയാണെങ്കിൽ ബൈബിറ്റിലുള്ള പ്രൈസ് $0.1 ബിറ്റ്ഗെറ്റിലുള്ള പ്രൈസ് $0.01 അതായത് 10 ഇരട്ടി പ്രൈസിൻ്റെ ഡിഫറൻസ്. ഈ പ്രൈസുകൾ അനലൈസ് ചെയ്ത് നമുക്ക് ഒരിക്കലും നാളെ ഇത്ര പ്രൈസിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും നിലവിലുള്ള മാർക്കറ്റിൻ്റെ ഒരു ഓളം മനസ്സിലാക്കി യൂസേഴ്സിൻ്റെ ഇത്രയും കാലത്തെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ഒരു ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഈ രണ്ട് പ്രൈസിനും ഇടയിലുള്ളൊരു പ്രൈസാണ്. ഇതിന് താഴെ പോകില്ല, ഇതിന് മുകളിലേക്കും വരില്ല എന്ന് മാത്രമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടോക്കണിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ നിന്നും നമ്മൾ വലിയൊരു എമൗണ്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഒരു യൂസർ കേസ് ഇല്ലാത്ത ഒരു ഗെയിമിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പോലും അധികം യൂസർ കേസ് ഇല്ലാത്ത ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നിന്നും മാത്രമല്ല ഇത്രയധികം കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റിൽ നിന്നും കൂടുതലായൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും നാളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ടോക്കൺ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ഹോൾഡ് ചെയ്യണോ അതോ സെല്ല് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് ഞാൻ കണ്ടെത്തിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പ്രൈസ് 0.06 മുകളിൽ പോവുകയാണെങ്കിൽ 0.06 മുകളിൽ പോവുകയാണെങ്കിൽ 100% കോയിനും സെല്ല് ചെയ്ത് ഒഴിവാക്കാനും, പ്രൈസ് 0.06 താഴെയാണെങ്കിൽ 70% സെല്ല് ചെയ്ത് 30% ഹോൾഡ് ചെയ്യാനുമാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നിലവിലുള്ള സർക്കുലേറ്റിംഗ് സപ്ലൈ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സർക്കുലേറ്റിംഗ് സപ്ലൈ കൺസിഡർ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയെടുത്ത മുന്നേയുള്ള പ്രൊജക്റ്റുകളുടെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു പ്രൈസാണ്. ഇനി നിങ്ങളുടെ തീരുമാനം ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടോക്കൺ ഹോൾഡ് ചെയ്യുക എന്നാണെങ്കിൽ അവരുടെ വൈറ്റ് പേപ്പർ പ്രകാരം നിങ്ങൾക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സ് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവർക്ക്, ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർക്ക് സീസൺ 2 വരാൻ പോകുന്ന ഗെയിമുകളിൽ ഏർലി ആക്സസ് ഉണ്ടാവുകയും അതിൽ നിന്ന് കൂടുതൽ റിവാർഡ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അടുത്തൊരു സ്റ്റേജ് മുതൽ ഏതൊരു ഡെവലപ്പർക്കും അവരുടെ പ്രൊജക്റ്റ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു ഗെയിം ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റും ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും. അതിൽ നിന്നും റവന്യൂ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതും അവരുടെ വൈറ്റ് പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നാളെ ലിസ്റ്റിംഗ് സമയത്ത് നമ്മുടെ സ്ട്രാറ്റജിയിൽ പ്രൈസ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും യൂട്യൂബിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.